എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകി തന്ന ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ കർത്താവിൽ വേഗം ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയല്ലേ എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. സ്തോത്രം. അതിന് മുകളിൽ വായിക്കുന്നുണ്ട്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ആമേൻ. ദൈവദാസന്മാരോട് നമുക്ക് ചോദിച്ചാൽ അവർ പറയും, ഒന്നും കിട്ടുമെന്ന് കണ്ടിട്ടല്ല ആമേൻ ഈ വചനവുമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. ദൈവദാസിമാരോട് ചോദിച്ചാൽ പറയോ, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്ന് പറഞ്ഞിട്ടല്ല ഈ വേലയ്ക്ക് ഇറങ്ങിയത്. പക്ഷെ പ്രവർത്തിക്കുവാൻ ഇറങ്ങിയത് കൊണ്ട് പിന്നത്തേതിൽ അത് ആമേൻ സ്തോത്രം കൃപയായിട്ടല്ല, കടം പറഞ്ഞതിൻ്റെ പൂർത്തീകരണങ്ങളായി ഇപ്പം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവനാമത്തിന് വേണ്ടി വില കൊടുത്തു, ചെലവിട്ടു, ചെലവാക്കി, ഓടി, പ്രവർത്തിച്ചു, അധ്വാനിച്ചു, ബന്ധപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട് ചിലത് കർത്താവ് കടം പറഞ്ഞിരിക്കുമെങ്കിലും അതിൻ്റെ ആമേൻ മറുപടിയുടെ സമയമായി. വിശ്വസിക്കുന്നവർക്ക് ഒരു ആമേൻ പറയാൻ കഴിയുമോ? കർത്താവ് ചില കടം പറഞ്ഞതിൻ്റെ പൂർത്തീകരണമാണ് 2026. ഈ വർഷം ഞങ്ങളുടെ ആമേ കടം പറഞ്ഞതിൻ്റെ കടം വീട്ടുന്ന സമയമാ. അവൻ ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകം പ്രാപിച്ചവര് ശക്തമായി, അന്യഭാഷ പ്രാപിച്ചവര് അന്യഭാഷയിൽ ആരാധിക്കുക, സ്തോത്രം പറയുക, ദൈവകൃപ ശക്തരായിരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവിടെ വായിച്ചു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നോക്കിക്കേ, ആമേൻ. മകൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അപ്പൻ പറഞ്ഞത്. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ളൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. അബ്രഹാം ആമേൻ വിഗ്രഹങ്ങളെയൊക്കെ വാർത്തുണ്ടാക്കി അന്യദൈവങ്ങളെ സേവിച്ചു വന്ന അബ്രഹാം ദൈവ ശബ്ദം കേട്ട് കർത്താവിൽ വിശ്വസിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന ആ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം 25 വർഷത്തെ കാത്തിരിപ്പിൻ്റെ മറുപടിയായി ഒരു മകനെ കൊടുത്തു. ഈ മകനെ സന്തോഷത്തോടെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആമേൻ അടുത്തൊരു ദൈവ ശബ്ദം കേട്ടു. എന്താണ്? നിന്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ യാഗം കഴിക്കണം. ദൈവ ശബ്ദം കേട്ട അബ്രഹാം തിരിച്ചൊരു മറുപടിയും ചോദിക്കാതെ തൻ്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് യാത്രയാകുക. എന്തുകൊണ്ടാ? അബ്രഹാം വാഗ്ദത്തം മാത്രമാണോ വിശ്വസിച്ചത്? അല്ല, പിന്നെ വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ചു. അബ്രഹാം വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ചിറങ്ങിയത് കൊണ്ട് അബ്രഹാമിനറിയാം, എന്തറിയാം, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഏകജാതനായ മകനായ ഇസഹാക്കിനെ മോറിയ മലയിൽ അതിനെ ഞുറുക്കിയാലും യാഗം കഴിച്ചാലും ചുട്ടാലും കരിച്ചാലും ഇതുപോലൊന്നിനെ തരാൻ എനിക്ക് സ്വന്തമായൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ പറ, ആമേ. ചാരത്തിൽ നിന്ന് മക്കളെ ഉളവാക്കുമെന്ന് അരുളി ചെയ്ത ദൈവം, ആമേ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറയെ തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, കടലിലെ മണൽത്തരി പോലെ തലമുറയെ തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. മോറിയ മല കൊണ്ട് അവസാനിക്കത്തില്ല.
സ്വത്രം വാഗ്ദത്തം ചെയ്തവനിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാം ഈ വിറകെട്ടൊക്കെ എടുത്ത് മകന്റെ മുകളിൽ വെച്ച് അപ്പനും മകനുമായിട്ട് തനിച്ചൊരു യാത്രയുണ്ടല്ലോ. അമ്മമാര് കുറച്ചൊക്കെ കരഞ്ഞങ്ങ് തീർക്കും. അപ്പന്മാരുടെ ഹൃദയത്തിനകത്താണ് വേദന. അപ്പൻ ഈ വേദന കടിച്ചമർത്തി മകന്റെ കൈക്ക് പിടിച്ചവർ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസഹാക്ക് അപ്പനോട് ചോദിച്ചു, അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഈ ചോദ്യം കേട്ടാൽ നമ്മൾ തളർന്നു പോകുമോ? തളരും. ഹൃദയം പൊട്ടി വേദനപ്പെട്ടിരിക്കുന്ന ഏതൊരു അപ്പന്റെയും ഹൃദയം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആമേൻ, ഈ അപ്പൻ മകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യഹോവാ ഇരേ. ഒരു ചോദ്യം കൊണ്ട് തീരുന്നതല്ല മക്കളെ ഈ യാത്ര. വിശ്വാസത്തോടെ പറ, ചില ചോദ്യങ്ങൾ നിന്റെ ശുശ്രൂഷയെ തകർത്തില്ലേ? ചില ചോദ്യങ്ങൾ നിന്റെ മിനിസ്ട്രിയെ ഉടച്ചില്ലേ? ചില ചോദ്യങ്ങൾ നിന്റെ കുടുംബജീവിതത്തെ തകർത്തില്ലേ? അങ്ങനെയെങ്കിൽ പറ, ഒരു ചോദ്യം എന്നെ തകർക്കുന്നതല്ല. മുന്നോട്ടുള്ള ജയത്തിന് വേണ്ടി ഓടുന്ന എന്റെ പ്രിയപ്പെട്ടവർ കരങ്ങളെ അടിച്ചുകൊണ്ട് പറ, ചില ചോദ്യങ്ങൾ എന്നെ തകർക്കത്തില്ല, ചില വിഷയങ്ങൾ എന്നെ ഉടയ്ക്കത്തില്ല, ചില നിരാശകൾ എന്നെ തളർത്തിക്കളയത്തില്ല. മുന്നോട്ടുള്ള ചവിട്ടുപടിക്കായി ശക്തിയോടെ അഭിഷേകത്തോടെ അപ്പാ, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഈ ചോദ്യം കേട്ട് അപ്പൻ തകർന്നു പോകാതെ പറഞ്ഞു, എടാ മോനെ, യഹോവാ ഇരേ, യഹോവാ കരുതിക്കൊള്ളും. യഹോവ കരുതിയോ? മോറിയ മലയിൽ കരുതിയോ? അമ്മ? കരുതി. നോക്കിക്കേ, യാഗപീഠമൊക്കെ പണിത് ഈ കുഞ്ഞിനെ യാഗപീഠത്തിൽ കിടത്തി അബ്രഹാം കത്തിയെടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ പിശാച് പറയും, തീർന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയല്ലേ ഇസഹാക്ക്? ആമേൻ, സ്തോത്രം. കർത്താവ് കൊടുത്ത വാഗ്ദത്ത സന്തതിയായി ഇസഹാക്ക്. അങ്ങനെയെങ്കിൽ പിശാച് പറയും, ഇവനും തീർന്നു, ഇവനും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ അബ്രഹാം കത്തിയെടുക്കുന്ന സമയം അബ്രഹാമിന്റെ കാതിൽ കേട്ടൊരു ദൈവ ശബ്ദമുണ്ട്, അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ തുടരുത്, ബാലനെ കൈവയ്ക്കരുത്, കത്തിവെക്കരുത്. കാരണം ആമേ, ചില പരീക്ഷണങ്ങളിലൂടെ നിന്നെ കടത്തിവിട്ടതാ. അബ്രഹാം നോക്കുമ്പോൾ എന്താ കണ്ടത്? എന്താ കണ്ടേ? സ്തോത്രം. ആട്ടിൻകുട്ടിയാണോ? അല്ല, പിന്നെ ഒരാട്ടുകൊറ്റനെയോ? അവിടെ വായിക്കുന്ന അങ്ങനെ, കൊറ്റന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇസഹാക്ക് ജനിച്ചപ്പോൾ തന്നെ ഒരാട്ടിൻകുട്ടി എൻ്റെ ദൈവം ഒരുക്കി. ഇസഹാക്ക് വളർന്നതോടൊപ്പം ആട്ടിൻകുട്ടി വളർന്ന് അതിൻ്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക്, നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി മുന്നമേ എൻ്റെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നീ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. തലമുറയോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതിയ കരുതല് പല ചോദ്യചിഹ്നം നിന്നെ തകർത്തില്ലേ? തലമുറയെ തകർത്തില്ലേ? എങ്ങും എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശക്തമായി അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തമായി വിളിച്ചു പറ, ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല, മോറിയമല കൊണ്ട് തീരത്തില്ല, വഴിമധ്യത്തെ തകർന്നു പോകത്തില്ല. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദവിയിലേക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഈ അബ്രഹാമും ഇസഹാക്കും കൂടെ അവർ നടന്നു പോകുമ്പോൾ യഹോവയായ ദൈവം, ആമേൻ,
തൻ്റെ ദൈവത്തിൻ്റെ കർത്താവ് ചില പരീക്ഷണം തരും അല്ലേ? ആ പരീക്ഷണത്തിൽ തകർന്നു പോകാത്തവരല്ലേ ഇവിടെ വരെ എത്തിയത്? അതെ, പ്രാർത്ഥിച്ച് ജയമെടുത്തവരില്ലേ? ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഇങ്ങനെ യാത്രാമധ്യത്തിൽ എൻ്റെ യഹോവയായ ദൈവം പറയും, അബ്രഹാമേ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ മകൻ ആരാന്നറിയാവോ? ഈ ഇസ്ഹാക്ക് ആരാ? ഇവൻ ആരാ? ആമേൻ. ഭാവിയിൽ മോശ ദൈവത്തോട് ചോദിക്കും, നീ ആരാന്ന്? നീ ആരാന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്താ പറയുന്നേ? ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവമായ യഹോവയാകുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന ഇസ്ഹാക്ക് മോറിയമല കൊണ്ട് തീരത്തില്ല. അവൻ ദൈവത്താൽ പ്രസിദ്ധനാകൂ, അവന്റെ പേരിനാൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ വിളിച്ചു പറ, ഇവിടെ കൊണ്ട് എന്റെ തലമുറ തീരത്തില്ല. കർത്താവിൽ പ്രസിദ്ധനായ തലമുറകളെ സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ കരുതും എല്ലാം സ്തമിച്ചു, എൻ്റെ തലമുറ എങ്ങും എത്തിയില്ല, പഠിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, പഠിച്ച് പൂർത്തീകരിച്ചിട്ടൊരു ജോലിയായില്ല, സ്തോത്രം, ഭാവി ഒന്നുമായില്ല. പലരുടെയും സ്തോത്രം. എൻ്റെ രണ്ടാമത്തെ മകൻ, ഞങ്ങൾ കുടുംബമായിട്ടാണ് വന്ന എൻ്റെ സാക്ഷി ഞാൻ പറയാം. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ്, ഞങ്ങൾ ഹൈ റേഞ്ചിലായിരുന്നു സഭാചാർ. ഞങ്ങൾ രണ്ടുപേരുടെയും വീട് കൊട്ടാരക്കരയാണ്. ഹൈ റേഞ്ചിലായിരുന്നു ഞങ്ങളുടെ സഭാ ശുശ്രൂഷ. ഞങ്ങൾ IPC ഉള്ള ബന്ധത്തിലാണ്, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. ആ സമയം രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറിയുള്ള ബന്ധത്തിൽ നാട്ടിൽ വന്നു. അച്ഛൻ ഇടുക്കിയില്ല. ആ സമയത്ത് ഡോക്ടർ, ഞാൻ ലേബർ റൂമിലേക്ക് കയറുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. കുഞ്ഞിന് ജീവനില്ലെന്ന് അവർ പറഞ്ഞത് നോക്കിയിട്ട് ഒരു സൈഡിൽ വലിയ കുഞ്ഞിൻ്റെ തല ഒത്തിരി ഭയങ്കര വലിപ്പമാണ്, അനക്കമില്ല എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഓപ്പറേഷന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ധരിക്കാൻ പറഞ്ഞു. ഓപ്പറേഷന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ധരിച്ചു. ഞാൻ ലേബർ റൂമിലോട്ട് വന്നിട്ട് ഞാൻ ആ ബെഡിൽ, ഡോക്ടറില്ല, ആരുമില്ല, ഓപ്പറേഷന് വേണ്ടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയിരിക്കുക. ഞാൻ ആ ബെഡിൽ പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. ഉദരത്തിലെ കുഞ്ഞ് ഏത് കുഞ്ഞാ, ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കറിയത്തില്ല അല്ലേ, പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ പറയാറില്ല. പക്ഷേ ദൈവത്തോട് ഒറ്റ കാര്യം പറഞ്ഞു, കർത്താവ് തൻ്റെ ദാസൻ്റെ കാല് വയ്യ, ഹൈ റേഞ്ചിലാണ് ദൈവ വേല ചെയ്യുന്നേ, കുന്നുമലയൊക്കെ കയറുക, ഒന്ന് എൻ്റെ ഉദരത്തിൽ കത്തി വയ്ക്കാൻ അനുവദിക്കരുത് കർത്താവേ, ഹൈ റേഞ്ചിൻ്റെ മണ്ണ് ചവിട്ടി കയറേണ്ടതാ. രണ്ട്, ദൈവത്തോട് പറഞ്ഞത്, എൻ്റെ അച്ഛനെ കൊണ്ട് കഴിയാതെ പോയ ശുശ്രൂഷകൾ എൻ്റെ തലമുറകൾ ചെയ്തെടുക്കണം. അതുകൊണ്ട് എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന തലമുറയ്ക്ക് ഒന്നും സംഭവിക്കരുത്. അവനൊരു വാഗ്ദത്ത സന്തതിയാ. പരിശുദ്ധാത്മാവിൽ ശക്തമായി വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞൊരു വാഗ്ദത്ത സന്തതിയാ, അവൻ കർത്താവിൽ പ്രസിദ്ധനാകും. അതരം പൊട്ടിക്കരഞ്ഞൊരു കരച്ചില്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരഞ്ഞ കർത്താവ് ഇറങ്ങി വരുവോ? കർത്താവ് ഇറങ്ങി വരുവോ? വരും. തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം ആകാശം കീറി മുറിച്ചിറങ്ങി വരുന്നൊരു ദൈവം നമുക്കുണ്ടെങ്കിൽ പറ, ഇന്ന് പകൽ നമ്മുടെ വിഷയത്തിന് വേണ്ടി സ്വർഗം ഇറങ്ങി വരാൻ പോവാ. എത്ര വലിയ വിഷയമാണെങ്കിലും ആകാശം കീറി ഇറങ്ങി വന്ന് നമ്മുടെ വിഷയത്തിനകത്തൊരു പരിഹാരം തരാൻ പോവാ. പ്രിയപ്പെട്ടവരെ, കരങ്ങളെ അടിച്ചുകൊണ്ട് അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ശക്തമായി പറ, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം, എന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം
ഓ റീബാലബാരക ശാംധുരാധരാധന റീകബല വൈഡബന റിഗനഗടക ആകാശം കീറി മുറിച്ചിറങ്ങി വരും. നമുക്ക് വേണ്ടി ഇറങ്ങി വരും, എനിക്ക് വേണ്ടി ഇറങ്ങി വരും. എതിരെ നിൽക്കുന്ന എത്ര വലിയ വെല്ലുവിളികളാണെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും, എത്ര വലിയ കൂട്ടുകെട്ടുകളാണെങ്കിലും അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവസന്നിധി അധരം സ്തോത്രം തുറന്ന്, അവിടെ ആരുമില്ല, വലിയ വായിലാ കരഞ്ഞ്. ഇപ്പം പറഞ്ഞു വിടാൻ എളുപ്പമാ. ആ സമയത്ത് കരഞ്ഞ കരച്ചിൽ ഹൃദയം പൊട്ടി. പ്രത്യേകിച്ച് പലരും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞായിരുന്നു, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അംഗവൈകല്യമുള്ളവരാകുമെന്നൊക്കെ എന്നെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കാതിൽ കേട്ടതെന്താ? നിനക്ക് അംഗവൈകല്യമുള്ള തലമുറയെ തരും. പക്ഷെ ദൈവത്തോട് പറഞ്ഞു, ഇവിടെ നിന്ന് കേൾക്കുന്ന ഈ വെല്ലുവിളികളെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടത്, നിനക്ക് കർത്താവിൽ പ്രസിദ്ധനായ ഒരു വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് ഞാൻ കേട്ട ശബ്ദം. ഇത് ഉരുവിട്ട് ലേബർ റൂമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതൊരു വാഗ്ദത്ത സന്തതിയാ. ആമേ അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സെക്കൻഡുകൾ കൊണ്ട് ദൈവ പ്രാർത്ഥന പല രീതിയിലുണ്ട് കേട്ടോ. പെട്ടെന്ന് മറുപടി കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്, അല്പം വൈകുന്ന പ്രാർത്ഥനയുണ്ട്, ചില വിഷയത്തിന് മറുപടിയേ കിട്ടത്തില്ല അല്ലേ. ഏലിയ പ്രാർത്ഥിച്ച് എൻ്റെ ജീവനെ അങ്ങ് എടുത്തോ, ചിലത് കിട്ടത്തില്ല. ആ സെക്കൻഡുകൾ കൊണ്ട് ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ചലിക്കാൻ തുടങ്ങി. കർത്താവ് ഇറങ്ങി വരും. പെട്ടെന്ന് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവിടെ ക്ലീൻ ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. ഞാൻ ഇനി വിളിച്ചു, ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു ക്ഷീണം, എന്നെ ഒന്ന് താങ്ങണം. പെട്ടെന്ന് അവർ പിടിച്ച് ബെഡേലോട്ട് കിടത്തി. സെക്കൻഡുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ആൺതലമുറയെ കർത്താവ് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നു? മെഡിക്കൽ സയൻസ് കൈവിട്ടതാ. മെഡിക്കൽ സയൻസ് പറഞ്ഞതായി ആരെങ്കിലും ഒന്നിനെ കിട്ടത്തുള്ളൂ. എൻ്റെ അപ്പനെയും അമ്മയും കൊണ്ട് സൈൻ ചെയ്യിച്ചതാ. പക്ഷെ അതിനെ തിരുത്തി എഴുതുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരും. ആ ലേബർ റൂമിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഈ പന്തലിനകത്ത്, ഈ ആമേ ഈ ഹോളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പറ മക്കളെ, ഇതിനകത്ത് ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയാമെന്നവൻ ഒരു മനുഷ്യനോട് തുറന്നു പറയാൻ പറ്റത്തില്ല. മനുഷ്യനോട് പറയുന്നതിന് അതിരുകളുണ്ട്. അതിനപ്പുറമായി ഇറങ്ങുന്ന ദൈവത്തിന്റെ ശക്തി. ദൈവസാന്നിധ്യം ഇറങ്ങി വരികയാ. അത് എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റും? ആ ദൈവശക്തി എത്ര പേർക്ക് പ്രാപിപ്പാൻ പറ്റും? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ആമേൻ. എൻ്റെ കർത്താവ് എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ തന്നു. ഇന്ന് കർത്താവിന് വേണ്ടി പാടുന്ന, ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു മകനെ കർത്താവ് എനിക്ക് തന്നു. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളെ. ഞാൻ സമയമുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ആമേൻ, സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച്, ആമേൻ, പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. അബ്രഹാം പ്രവർത്തിച്ചു, അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ അബ്രഹാമിൻ്റെ പദവി എവിടാ കൊണ്ട് നിർത്തിയേ? എന്തെങ്കിലും കിട്ടുമെന്ന് കണ്ടിട്ടാണോ ഇറങ്ങിയേ? അല്ല. ആമേ, പുതിയ നിയമ പുസ്തകം തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ആമേ, 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ വാക്ക് എന്താ? അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ. അപ്പോൾ അബ്രഹാമിൻ്റെ പദവി എവിടെ കൊണ്ട് നിർത്തിയേ? യേശു ക്രിസ്തുവിൻ്റെ പിതാവെന്നുള്ള നിലയിൽ കൊണ്ട് നിർത്തി. ഇത് കിട്ടുമെന്ന് കണ്ടിട്ടാണോ ഇറങ്ങിയേ? അല്ല. ആമേൻ, കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാമിൻ്റെ പദവി കൊണ്ട് നിർത്തിയത്. ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ആദ്യം തന്നെ തൻ്റെ പേര് പിതാവെന്നുള്ള നിലയിൽ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ പറ, ചിലത് കർത്താവ് കടം പറഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ മറുപടിയാ 2026 വിശ്വാസത്തോടെ വിളിച്ചു പറ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ സമയമായി. ഹല്ലേലൂയ. വേഗത്തിൽ പോകാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം.
ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമേൻ. രൂത്തിന്റെ പുസ്തകം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും കേട്ടതും അറിയാവുന്നതും പഠിച്ചതുമായ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ട് സഹോദരിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സഹോദരിമാരെ കുറിച്ച് പറയുന്നതാ. രൂത്തിന്റെ പുസ്തകത്തിനകത്ത് 4 അധ്യായമുണ്ട്. 4 അധ്യായങ്ങളിലും രൂത്തിനെ കേന്ദ്രീകരിച്ച് 4 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. 1-ാം അധ്യായത്തിലുള്ള എവിടാ? മോബാബിലെ രൂത്ത്. 2-ാം അധ്യായത്തിലുള്ള എവിടെ വന്നു? വയലിൽ വന്നു, വയലിലെ രൂത്ത്. 3-ാം അധ്യായത്തിലുള്ള ഇടത്തി കളത്തിൽ വന്നു, കളത്തിലെ രൂത്ത്. 4-ാം അധ്യായത്തിൽ ബോവസിന്റെ വീട്ടിൽ വന്നു, വീട്ടിലെ രൂത്ത്. സ്തോത്രം. ഇത് കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെയും ദൈവസഭയും കുറിക്കുന്ന 4 പടികളാ. ജാതികളായിരുന്നു നമ്മെ വിളിച്ചെവിടെ കൊണ്ടുവന്നു? വയലിൽ വന്നു പോകുന്നവരായിട്ട് മാത്രമാണോ? അല്ല, പിന്നെ കളം. കളം എന്ന് പറയുന്നത് ദൈവമായിട്ടൊരു ബന്ധമാ. കളത്തിൽ തകർന്നു പോകാത്തവർക്കാണ് ബോവസിന്റെ വീട് നിത്യത. സ്തോത്രം. ഹല്ലേലൂയ. രൂത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞു, മോളെ നീ നിന്റെ ദേവന്മാരുടെ അടുക്കിലേക്ക് പൊയ്ക്കോ, ഞാൻ ബേഥലഹേമിലേക്ക് പോകുകയാണ്. അപ്പോൾ അവൾ എന്താ പറഞ്ഞേ? അമ്മാ, നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാൻ എന്നോട് പറയരുത്, നീ പോകുന്നിടത്ത് ഞാനും പോരും. അവളുടെ തീരുമാനം ഉറച്ച തീരുമാനമോ. എന്താണെന്നറിയാവോ? ഈ തീരുമാനം ആരെടുക്കേണ്ടതാ? ഈ തീരുമാനം ആരെടുക്കേണ്ട തീരുമാനമാ? അബ്രഹാമും ലോത്തും ഒരുമിച്ചല്ലേ ഇറങ്ങി പുറപ്പെട്ടെ? അതെ, അവരൊരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെ ഇടയന്മാർ തമ്മിൽ ശണ്ടയിട്ടപ്പം അബ്രഹാം പറഞ്ഞു, നമുക്ക് തമ്മിൽ അങ്ങ് പിരിയാം. അപ്പോൾ ലോത്ത് പറയണമായിരുന്നു, നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങി, നിന്റെ ജനം എൻ്റെ ജനം, നീ എവിടെ പാർക്കുന്നു അവിടെ ഞാനും പാർക്കും, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് ആര് പറയണമായിരുന്നു? ലോത്ത് പറയണമായിരുന്നു. പക്ഷെ ലോത്തിന്റെ തീരുമാനം തെറ്റിപ്പോയി. താൻ നീരോട്ടമുള്ള ദേശത്തേക്ക് ഓടിപ്പോയത് കൊണ്ട് തൻ്റെ സ്വന്തം പുത്രിയിൽ നിന്ന് ജനിച്ച മകനാണ് ആര്? മോബാബ്. എൻ്റെ ചിന്തയിൽ പറയട്ടെ, ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് മോള് പറഞ്ഞു കാണും, ലോത്തിന്റെ മകൾ പറഞ്ഞു കാണും, മോനെ ഡാ, നിന്റെ അപ്പൻ അല്ലെങ്കിൽ നിന്റെ വല്യപ്പൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയത് കൊണ്ടാണ് ഈ ശപിക്കപ്പെട്ട സന്തതി ജനിച്ചത്. നിന്റെ അപ്പൻ്റെ തീരുമാനം തെറ്റിയത് കൊണ്ടാണ് ഈ തകർക്കപ്പെട്ട സന്തതി ജനിച്ചത്. അങ്ങനെയാണ് മോബാബ് എന്ന പട്ടണം ഉടലെടുത്തത്. ഈ മോബാബ് എന്ന ദൈവസന്നിധിയിൽ വരാൻ ഒരു യോഗ്യതയില്ലാത്ത മോബാബ് എന്ന പട്ടണത്തിലാണ് ആര് ജനിച്ചത്? രൂത്ത് ജനിച്ചത്. ആമേൻ. നെഹമ്യാവ് 13:1 പറയുന്നു, മോബാബിർക്ക് ഒരു നാളും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. അങ്ങനെയെങ്കിൽ ശപിക്കപ്പെട്ട പട്ടണത്തിൽ ജനിച്ചവൾ അമ്മയുടെ മുഖത്ത് നോക്കി പറയുക, അമ്മ, നിന്റെ ദൈവമാ എൻ്റെ ദൈവം. സ്തോത്രം. അവൾക്കറിയാൻ ഞാൻ ശപിക്കപ്പെട്ട പട്ടണത്തിലാ ജനിച്ചതെങ്കിലോ, ശപിക്കപ്പെട്ട കുടുംബത്തിലാ ജനിച്ചതെങ്കിലോ, ദൈവസന്ധി വരാൻ എനിക്കൊരു യോഗ്യത ഇല്ലെങ്കിലോ, എനിക്കൊരു ജീവിക്കുന്ന ദൈവമുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയോ? ഒരു പക്ഷെ നിന്റെ കുടുംബം മറ്റുള്ളവർ ശപിക്കപ്പെട്ടതാകാം, ശപിക്കപ്പെട്ട പട്ടണമാകാം. പക്ഷെ നിന്നെ ക്രിസ്തുവിൽ വിളിച്ച് വേർതിരിച്ചെങ്കിൽ പറ, ഞാനൊരു അനുഗ്രഹമായിരിക്കും.
ആത്മാവിന്റെ സാന്നിധ്യത്തോടെ ശക്തമായി പറ, ശക്തമായി പറ. ഏതൊക്കെ തകർക്കപ്പെട്ട പട്ടണത്തിൽ നീ ജനിച്ചാലോ, ഏത് കുടുംബത്തെ, ഏത് ദേശത്ത് ജനിച്ചാലോ, നിന്നിലൊരു അഭിഷേകം ഉണ്ടോ, നിന്നിലൊരു ദൈവകൃപയുണ്ടോ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിന്റെ മേൽ പകർന്ന ദൈവകൃപ നിന്റെ കുടുംബത്തിന് അത്ഭുതമായി മാറട്ടെ. ശക്തമായി, ശക്തിയോടെ, ശക്തിയോടെ. ആമേ പറ, ഞാനൊരു അനുഗ്രഹമായി തീരുക, ഞാൻ കർത്താവിന്റെ സാക്ഷിയായി മാറുക, ഞാൻ ക്രിസ്തുവിൽ ശക്തിയോടെ നിൽക്കുക, ആമേ ധീരതയോടെ പ്രവർത്തിക്കുക. ആമേ സ്വതന്ത്രം. അവൾ ശപിക്കപ്പെട്ട കുടുംബത്തിലാ, പട്ടണത്തിലാ ജനിച്ചതെങ്കിലും അവൾ പറയുക, അമ്മ നിന്റെ ദൈവമാ എൻ്റെ ദൈവം. അവൾ ജനിച്ചത് പാരമ്പര്യത്തിൽ, അന്യ ദൈവങ്ങളെ അവൾ സേവിച്ചു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു. നല്ല യൗവനത്തിലുള്ള ആരായി മാറി? വിധവയായി മാറി. ഈ സംഭവങ്ങൾ അവളെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയിലാണോ? അല്ല, പിന്നെ ബോബസിന്റെ വീട്ടിലോ ചില കഷ്ടത വന്ന് നിന്നെ തകർക്കാനല്ല, ചില നിരാശ വന്ന് നിന്നെ ഉടയ്ക്കാനല്ല, ചില പരാജയം നിന്നെ തകർക്കാനല്ലമ്മ പറ. ചില നഷ്ടങ്ങളോ, ചില പരാജയങ്ങളോ, ചില കടഭാരങ്ങളോ, ചില വേദനകളോ ആമേ നിന്റെ ജീവിതത്തിൽ വന്നത് അടുത്തൊരു തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാനോ. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചുകൊണ്ട് അവരെന്നെ കുറ്റം പറഞ്ഞത്, അവരെന്നെ തള്ളി പറഞ്ഞത്, പലരും മാറ്റി നിർത്തിയത്, പലരും അപമാനിച്ചത്, എന്നെ തകർക്കാനല്ല, എന്നെ ഉടയ്ക്കാനല്ല, എന്നെ പണിയുവാനോ. ചിലരെ കർത്താവ് തൊട്ടോണ്ടിരിക്കുക, ചിലരുടെ മേൽ ദൈവശാന്തി വെളിപ്പെട്ടു. എല്ലാരെയും ഒന്നും വേണ്ട മക്കളെ. ആമേ പറ, എൻ്റെ മേൽ പകർന്ന അഭിഷേകത്താ ഞാൻ ഉടഞ്ഞു പോകത്തില്ല. ഞാൻ ഉടഞ്ഞതെങ്കിലും ഉടമസ്ഥന്റെ കരത്തില്ല, ഞാൻ ഉടഞ്ഞ് താഴെ പോകത്തില്ല. എന്നെ പണിത് പുറത്തെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ സ്വതന്ത്രം. ഹല്ലേലൂയ. അവൾ അമ്മയോട് കൂടെ ചേർന്ന് നടന്ന് ബേത്ലഹേം വരെ എത്തി. ബേത്ലഹേമിൽ വരെ എത്തിയിട്ട് അവിടെ ചെന്നിട്ട് ആമേൻ അവൾ അമ്മയോട് പറയുന്നൊരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ആ 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളൊക്കെ വായിക്കേണ്ട, നമുക്ക് സമയം പെട്ടെന്ന് പോകുന്നു. അവിടെ എന്താ വായിക്കുന്നേ? അവൾ അമ്മയോട് പറയാം, അമ്മ ഞാൻ ആ വയലിലൊന്ന് പോകട്ടെ. അവിടെ ആരുണ്ട്? അവിടെ എങ്ങനെ വായിക്കുന്നേ? എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച്. ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം അത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാ. വയൽ എന്തെന്ന് അവക്കറിയത്തില്ല, വയലിൽ ആരൊക്കെ ഉണ്ടെന്ന് അവക്കറിയില്ല. പക്ഷെ അവക്കൊന്നറിയാം, എന്നോട് ദയ കാണിക്കുന്ന ഒരുവൻ ഈ വയലിലുണ്ട്. എത്ര പേര് പറയും? വയലിൽ കൊയ്ത്തുകാരുണ്ട്, ബാല്യക്കാരുണ്ട്, ബാല്യക്കാരത്തികളുണ്ട്, വൃദ്ധനുണ്ട്, ബോബസ് ഉണ്ട്. 5 പേരടങ്ങുന്ന ഒരു മിനിസ്ട്രി ആ വയൽ. പാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും കാണാതെ ഇതിൻ്റെ ഈ ഹോളിൻ്റെ എവിടെങ്കിലുമൊക്കെ വന്നിരുന്നിട്ട് എന്നെ ആരും കാണരുതേ എന്ന് പറഞ്ഞ് പോകാൻ വന്ന് പുറകിലിരുന്ന നിന്നെ കാണുന്ന ഒരുവൻ ഇവിടെ ഉണ്ട് മക്കള്. നിന്നോട് ദയ തോന്നുന്ന ഒരുവൻ. അവൾ പറഞ്ഞു, എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് ഞാൻ കതിർ പറക്കട്ടെ. ഭാഗ്യവശാ അവൾ ഇറങ്ങിയത് ആരുടെ വയലിലാ? ഒത്തിരി ഇഷ്ടമാ. അനേകം വയലുകൾ അവിടെ ഉണ്ട്,
ആ വയലിലൊന്നും അല്ല അവൾ ഇറങ്ങിയത്. അവൾ ഇറങ്ങിയത് ഭാഗ്യവശാൽ ബോബസിൻ്റെ വയലിലാണ്. നമ്മൾ എത്ര പേര് പറയും, യേശുവപ്പാ ഞാൻ ഈ വയലിൽ ഇറങ്ങിയത് എൻ്റെ ഭാഗ്യമാ, കർത്താവെ ഞാൻ ഈ വയലിൽ വന്നത് എൻ്റെ ഭാഗ്യമാ, ആമേ കർത്താവെ ഞാൻ ഇവിടെ നിന്നത് എൻ്റെ ഭാഗ്യമാ, ആമേ മറ്റു വയലുകൾ പോയി ഞാൻ തകർന്നു പോകുമായിരുന്നു. എന്നെ സ്നേഹിച്ച് എന്നെ ഈ വയലിൽ കൊണ്ടുവന്നെങ്കിൽ എന്നോട് ദയ കാണിക്കുന്നവൻ ഒരുവൻ ഇവിടെ ഉണ്ട്. ആമേൻ. ഇവിടെ പാടുന്നവർ കാണും, പ്രസംഗിക്കുന്നവർ കാണും, ആരാധിക്കുന്നവർ കാണും, ലീഡ് ചെയ്യുന്നവർ കാണും. പക്ഷെ ഇതിലൊന്നും പെടാതെ ഇവിടെ വന്ന എന്നെ കാണുന്നവേ, എന്നോട് ദയ തോന്നുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്. ആ ദയ തോന്നുവേ എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ. ആമേൻ. ആ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. ആമേൻ. അവൾ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് നിൽക്കുക. ഇന്ന് സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും, ആരും കാണാതെ പുറകിലൊക്കെ ഇരുന്ന് ഇവിടെ കണ്ടു കേട്ടിട്ട് പോകാൻ വന്ന നമ്മളെ ഇതിൻ്റെയൊക്കെ ഉടമയാക്കി മാറ്റിയില്ലേ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കിയില്ലേ? ദൈവ വേലയ്ക്ക് വേണ്ടി നിർത്തിയില്ലേ? സ്തോത്രം. നിർത്തി മക്കളെ. ആരും കാണാതാ നീ വന്നിരുന്നത്, പക്ഷെ നിന്നിലൂടെ അനേകർ ക്രിസ്തുവിനെ അറിയാൻ ഭാഗ്യം തന്നില്ലേ? അങ്ങനെയെങ്കിൽ എല്ലാവരും കൊയ്തു പോയി കഴിഞ്ഞ് അവിടെ കിടക്കുന്ന കാല പറക്കാനാണ് ഇവള് നിൽക്കുന്നേ. അതുകൊണ്ട് അവൾ കൊയ്ത്തുകാരുടെ പിന്നാലെ നിന്നത്. എന്നെ ആരും കാണരുത്, എന്നോട് ആരും ഒന്നും ചോദിക്കരുത്, എനിക്ക് പറയാനൊരു മറുപടി ഇല്ല, പക്ഷെ എനിക്കൊന്നറിയാം, എല്ലാവരും കൊയ്തു പോയി കഴിയുമ്പോൾ അവിടെ കിടക്കുന്ന കാല പറക്കിക്കൊണ്ട് എന്ന് കരുതി ആ പുറകിൽ നിൽക്കുമ്പോൾ, ഏറ്റവും പുറകിൽ നിൽക്കുമ്പോൾ, ആമേൻ, അവൾ ഒന്ന് ആഗ്രഹിച്ച വന്ന എന്താഗ്രഹിച്ച എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച അവൾ അവിടെ ഇറങ്ങിയത്. അങ്ങനെ എങ്കിൽ ആമേ കൊയ്ത്തുകാരും ബാല്യക്കാരും ബാല്യക്കാരുത്തികളും അവരവരുടെ ജോലി ചെയ്യുമ്പോൾ വയലിന്റെ ഉടമസ്ഥനും ധനവാനുമായ ബോബസ് അവളുടെ അടുക്കിലേക്ക് വന്നു. അവളുടെ അടുക്ക് വന്നിട്ട് എന്താ പറഞ്ഞേ? 8-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേ? കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെയുള്ള ബാല്യക്കാരുത്തികളോട് ചേർന്ന് കൊള്ളുക, ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കോ. അടുത്ത് ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇവളാരും കാണാതെ കൊയ്ത്തുകാരുടെ പിന്നാലെ നിൽക്കുക. എന്നെ ആരും കാണരുതേ, എന്നോട് ആരും ഒന്നും ചോദിക്കരുതേ, എല്ലാവരും കൊയ്തു പോയി കഴിഞ്ഞ് കാല പറക്കാമെന്ന് കരുതി അവൾ നിൽക്കുമ്പോൾ, എല്ലാവരും അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോബസ് ഓടി വന്നിട്ട് അവളോട് പറയുക, മക്കളെ നീ വേറൊരു വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെയുള്ള ബാല്യക്കാരുത്തികളോട് ചേർന്നുകൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. എപ്പ കൽപ്പിച്ചു? എപ്പോഴാ കൽപ്പിച്ചേ? ബോബസിന് ഇവളെ അറിയുമോ? ഇല്ല. പക്ഷേ എൻ്റെ ചിന്തയിലാണേ, എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ മോബാബിൽ വെച്ച് അമ്മയുടെ മുഖത്ത് നോക്കി അവൾ എന്താ പറഞ്ഞേ? അമ്മ, നിന്റെ ദൈവമാ എൻ്റെ ദൈവം. ഒരു യോഗ്യതയില്ലാത്തവൾ ആമേ ജീവനുള്ള ദൈവത്തെ നോക്കി അവൾ അമ്മയിലൂടെ അറിഞ്ഞ സത്യം അമ്മയോട് പറഞ്ഞു, നിന്റെ ദൈവമാ എൻ്റെ ദൈവം. അതുകൊണ്ട് ഇവൾക്ക് പ്രതികൂലം വരുമെന്ന് ആർക്കറിയാം? മക്കളെ, നമ്മൾ ഉള്ളറയിലെടുക്കുന്ന തീരുമാനം, ദൈവസന്ധി കരയുന്ന കണ്ണുനീര് ആർക്കും അറിയില്ലെങ്കിലും
അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു പക്ഷേ നമ്മൾ എല്ലാവരുടെ മുന്നിൽ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഭവനത്തിൻ്റെ ഉള്ളറയിൽ ചെന്ന് പൊട്ടിക്കരയുന്ന കരച്ചിൽ കണ്ട് മാറിപ്പോകുന്ന ഒരുവനല്ല നമ്മുടെ കൂടെ നിൽക്കുന്നേ. നിന്റെ കരച്ചിൽ കണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. മക്കളെ, നീ വേറൊരു വയലിൽ പോകണ്ട. നീ ഇവിടെ നിൽക്ക്. പക്ഷെ നിന്നെ തുടരുതെന്ന്, ബാല്യക്കാർ തുടരുതെന്ന്, ഒരു ശത്രുവ് നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്കെതിരെ വരുന്ന ആ പ്രതികൂലത്തെ നിന്നെ തൊടാതെ വേണോ തട്ടി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. നിന്നെ തകർക്കാൻ എഴുന്നേൽക്കും, നിന്നെ ഉടയ്ക്കാൻ എഴുന്നേൽക്കും, നിന്റെ കുടുംബത്തെ ഒതുക്കാൻ എഴുന്നേൽക്കും. പക്ഷെ നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല, നിന്നെ തൊടാൻ അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ പറ, എന്നെ തൊടത്തില്ല, എന്റെ കുടുംബത്തെ തൊടത്തില്ല, എന്റെ നന്മയെ തൊടത്തില്ല, എന്റെ ശുശ്രൂഷയെ തൊടത്തില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ 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 പറ, തൊടത്തില്ല മക്കളെ, എഴുന്നേൽക്ക്. പക്ഷെ നിന്നെ തൊടാൻ വിട്ടുകൊടുക്കത്തില്ല. ദൈവശബ്ദത്തിന് വേണ്ടി എത്ര പേർ കാതോർക്കും? ആ ദൈവശബ്ദം നിന്നോട് തന്നെ ഇടപെടുക. മക്കളെ, നീ വേറെ വയലിൽ പോകണ്ട. നിന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദം. നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഈ വചനം ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? കർത്താവേ, ആമേൻ പറഞ്ഞ് ആമേൻ പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഒന്ന് ഏറ്റെടുക്കാവോ? ഉറങ്ങല്ലേ, ഉറങ്ങരുത്. കർത്താവേ, ഇതെന്നോടാ. സ്തോത്രം. ഞാൻ ഇത് പറയുമ്പോൾ കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് എന്നോട് തന്നെയാ, ഇതെന്നോട് തന്നെ. എത്ര പേരാമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? സ്തോത്രം. അവൾ ഒരുപക്ഷെ ആരും കാണാതെ പുറകെ നിന്നെങ്കിലും അവളുടെ അടുക്കൽ ബാല്യക്കാർ പോയില്ല, കൊയ്ത്തുകാർ പോയില്ല, ബാല്യക്കാരത്തികൾ പോയില്ല, ആരും പോയില്ല. വയലിൻ്റെ ഉടമസ്ഥനാ പോയേ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉടമസ്ഥൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ അടുക്കൽ ഒരു പക്ഷെ ആരും വരുത്തില്ല, പക്ഷെ കർത്താവ് നിന്നോട് സംസാരിക്കുന്ന ശബ്ദം അത് നിന്റെ കാതുകളിൽ കേൾക്കാൻ നീ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദൈവശബ്ദം കേട്ടുടനെ, ബോബസ് വന്ന് പറഞ്ഞ ശബ്ദം കേട്ടുടനെ അവിടെ വായിക്കുന്ന ഇങ്ങനെ, അവൾ സാഷ്ടാംഗം വീണു. അങ്ങനല്ലേ? അതെ. എങ്ങനെ വായിക്കുന്നേ? അവൾ സാഷ്ടാംഗം വീണവനോട്, ഞാൻ അന്യദേശക്കാരിയല്ലേ? എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ സാഷ്ടാംഗം വീണിട്ട് പറയുക, യജമാനനെ, ഞാനൊരു അന്യജാതിക്കാരിയാ, ഞാനൊരു അന്യദേശക്കാരിയാ, എനിക്ക് പറയാനൊരു യോഗ്യതയില്ല. പക്ഷെ നീ എന്നെ ഇത്രയും സ്നേഹിപ്പാൻ എന്താ? എന്നോട് ഇത്രയും ദയ തോന്നാൻ എന്താ? സ്തോത്രം. കർത്താവിൻ്റെ ദയ ഉള്ളതുകൊണ്ട് അവൾ എന്തു പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയേ? എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച. ഞാനൊരു കൂലിപ്പണിക്കാരൻ്റെ മോളാ. എൻ്റെ പപ്പ കൃഷിപ്പണി ചെയ്ത്, കൂലിപ്പണി ചെയ്ത്, എൻ്റെ അമ്മ കശുവണ്ടി ഫാക്ടറി പോയി ഞങ്ങൾ 4 മക്കളെ വളർത്തി. ഒരു കാല് വയ്യാത്ത ദൈവദാസനുമായി വിവാഹം കഴിഞ്ഞു. ഒരു യോഗ്യതയില്ല ഇവിടെ വരാൻ. ഏതെങ്കിലുമൊക്കെ മലമടക്കുകളിൽ കർത്താവിൻ്റെ വേല ചെയ്തു പോകാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ എന്ന ദേശത്ത് ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ചെറിയ പ്രായം മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. അർദ്ധരാത്രി 1 മണിക്ക്. എൻ്റെ ചെറിയ പ്രായം, എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അവർ ശുശ്രൂഷയില്ല. മൂത്തൊരു സഹോദരനാ. ഞാനും എൻ്റെ അനിയത്തിമാരും രാത്രിയാമങ്ങളിൽ, എൻ്റെ അനിയത്തിമാരൊക്കെ കുഞ്ഞു പിള്ളേരാണ്, അവരെ വിളിച്ചിരുത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ 15ാമത്തെ വയസ്സിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണുകയാണ്. അന്ന് 1 മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനൊരു ദർശനം കണ്ടു.
ഒരംഗവൈകല്യമുള്ള വ്യക്തി. ഞാൻ എപ്പോഴും അത് കാണുമ്പോഴൊക്കെ ചിന്തിക്കും, ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതല. ഒരു ദിവസമല്ല കണ്ട്, 2 ദിവസമല്ല കണ്ട്. ഞാൻ ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഇങ്ങനെ അംഗവൈകല്യമുള്ള വ്യക്തിയാണ് കാണുന്നത്. അപ്പം ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, റീജ, ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടാൽ പ്രാർത്ഥിക്കണം, അവർക്ക് ദൈവസൗഖ്യം കൊടുക്കും. അപ്പം എൻ്റെ ഹൃദയത്തിലെ ചിന്ത എന്താ, എനിക്ക് രോഗശാന്തി ശുശ്രൂഷ വരം എൻ്റെ കർത്താവ് തന്നു എന്ന വിശ്വാസത്തോടു കൂടെ സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ എൻ്റെ അനിയത്തിമാരെയും കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേ ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ കണ്ടില്ല. ഞാൻ കണ്ട സ്വപ്നം മറന്നുപോയി. എന്നാൽ എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്കൊരു വിവാഹാലോചന വന്നു. എന്നോട് പറഞ്ഞു, പയ്യൻ്റെ വീട് കൊട്ടാരക്കരയാണ്, പക്ഷെ ഇടുക്കിയിലാണ് സഭാ ചാർജ്. IPS ഉള്ള ബന്ധത്തിൽ ഹൈറേഞ്ചിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ചെറിയ പ്രായം മുതൽ വരുന്ന ദൈവദാസന്മാരെല്ലാം ദൂത് പറയും, കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാ, കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാ. ഇത് പറയുമ്പോഴെല്ലാം ഞാൻ ഡയറിയിൽ എഴുതി വെക്കും. എഴുതി വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കും. കാണാൻ വന്നു. ദൈവദാസന്മാരുടെ വലിയൊരു നിരയുണ്ട്. ഇവരെല്ലാം കൂടെ വന്ന സമയത്ത് ഞാനിങ്ങനെ ചായയും കൊണ്ട് ചെല്ലുമ്പോൾ കൂടെ വന്ന പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഇതാണ് പയ്യൻ. ഞാൻ നോക്കിയപ്പോൾ അംഗവൈകല്യമുള്ള വ്യക്തിയാണ്. ദൈവാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞു, നീ 15ാമത്തെ വയസ്സിൽ കണ്ട ദർശനമായത്, നീ അന്ന് കണ്ട സ്വപ്നമാ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അച്ഛൻ എന്നോട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞപ്പം ആദ്യം എന്നോട് ചോദിച്ചത്, ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയാ, എന്നെ സ്വീകരിക്കാമോ? ഞാൻ പറഞ്ഞു, സ്വീകരിക്കാം. 2, ഹൈറേഞ്ചിലാ സഭ, കുന്നും മലയൊക്കെ കയറി ഇറങ്ങണം, തയ്യാറാണോ? ഞാൻ നോക്കിയപ്പോൾ കാലു ചെയ്യാത്ത ആള് ഹൈറേഞ്ചിലല്ലേ. അവൻ തൻ്റെ ദാസന് കയറാമെങ്കിൽ പിന്നെ എനിക്ക് കയറിക്കൂടെ? ഞാൻ പറഞ്ഞു, റെഡിയാ. 3, പട്ടിണി കിടക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കാനും തയ്യാറാ. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ കാണാൻ വന്ന ചെറുക്കൻ കർത്താവിൽ ജയിച്ചവനായതുകൊണ്ട് എൻ്റെ ജീവിതകാലം ഒരിക്കലും ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ വിവാഹത്തിൻ്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞു തീരുമാനിച്ചു. അവരെല്ലാവരും പോയി. അപ്പൻ വീട്ടുകാർ, അമ്മ വീട്ടുകാരോടൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, തകർന്നു പോകും, നശിച്ചു പോകും, ജീവിതം പരാജയപ്പെടും. എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ 6 മാസം തികയ്ക്കത്തില്ല. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് തന്ന ദർശനമായത്. മുഖത്ത് നോക്കി പറയാനുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. അന്നൊക്കെ പറഞ്ഞ ധീരതയോടെ നിൽക്കല്ലേ, ഭയങ്കര അഭിഷേകത്തിൻ്റെയും പ്രാർത്ഥനയുടെയും. ഇന്നൊക്കെ മനസ്സ് ആടിപ്പോയല്ലേ. അന്നൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും മാറത്തില്ല. അവസാനം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാകും. സ്തോത്രം. എന്നോട് പറഞ്ഞു, നിനക്ക് ജനിക്കുന്ന തലമുറ അംഗവൈകല്യമുള്ളവരാകും. ഞാൻ എൻ്റെ ഉദരത്തിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ തന്നാൽ ഞാൻ അവരെ വളർത്തും. സ്തോത്രം. തീരുമാനമെടുത്ത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി. ഞങ്ങൾ ഹൈറേഞ്ചിൽ ചെന്നു. സഭാ ചാർജിൽ ഇരിക്കുമ്പോഴല്ലേ വിവാഹം നടക്കുന്നത്. അന്ന് വിശ്വാസികളുടെ വീട്ടിലൊക്കെ ആദ്യം പോകണം. ചെന്ന ഉടനെ പിറ്റേ ദിവസം മുതൽ വിശ്വാസികളുടെ വീട്ടിൽ പോകുക. ഒരു വിശ്വാസിയുടെ വീട്ടിൽ കയറിയിട്ട് അടുത്ത വിശ്വാസിയുടെ വീട്ടിൽ പോകണമെങ്കിൽ അടുത്ത കുന്നു കയറണം. കുന്നിൻ്റെ മണ്ടയ്ക്കാ വീടല്ല. 18 വയസ്സ്, ആഹാരം കഴിക്കേണ്ട പ്രായം, യൗവനം, കഴിക്കാനൊന്നുമില്ല, പട്ടിണി. നമ്മൾ നാട്ടിൽ നിന്ന് സ്തോത്രം
പാവപ്പെട്ട വീട്ടിലാണെങ്കിലും നല്ല ആഹാരം അന്നന്ന് കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു സമയമല്ലേ. അവിടെ ചെന്ന് ഒന്നുമില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ച ചോദ്യം ഇതാ, നമ്മുടെ വീട് കൊട്ടാരക്കരയല്ലേ, കൊട്ടാരക്കര, തിരുവല്ല, തിരുവനന്തപുരം നല്ല നിരന്ന സ്ഥലം കിടക്കല്ലേ, എന്തിനാ ഈ ഹൈ റേഞ്ചിൽ വന്നേ? അപ്പോൾ എന്നോട് പറഞ്ഞു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം നടക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാ. പോളിയോ എന്ന രോഗം വന്ന് ഇളിക്ക് താഴെ തളർന്നു പോയതാ. 7-8 വർഷം എഴഞ്ഞു നടന്നതാ. എന്നാൽ സകല വൈദ്യന്മാർ കൈവിട്ടു. നാട്ടുവൈദ്യന്മാർ പറഞ്ഞു നടക്കില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞു നടക്കില്ല. ഒരമ്മയുടെ ഹൃദയം പൊട്ടിക്കരഞ്ഞ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, നീ 2 പെൺമക്കൾക്ക് ശേഷം 3ാമത് തന്നൊരു മകനാ, എനിക്കിങ്ങനെ എഴഞ്ഞു നടക്കുന്നത് കാണാൻ വയ്യ. കർത്താവേ, നീ തരുന്നെങ്കിൽ ആരോഗ്യത്തോടെ താ, ഇല്ലെങ്കിൽ തന്ന ദൈവം തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ് ഒരമ്മ പൊട്ടിക്കരഞ്ഞ കരച്ചില്. എന്നാൽ ആമേൻ, ആ അമ്മയുടെ ഹൃദയം വേദനപ്പെട്ട കരഞ്ഞ അമ്മമാരുടെ കണ്ണുനീര് വെറുതെ അല്ല. എന്നാൽ സ്വത്ര അമ്മ കരഞ്ഞു. പിറ്റേ ദിവസം അമ്മയും അപ്പനും ജോലിക്ക് പോയി, സഹോദരിമാർ സ്കൂളിൽ പോയി. തൻ്റെ ദാസനൊറ്റയ്ക്ക് ഒരു ഭവനത്തിൻ്റെ ഉള്ളറയിൽ വയറൊട്ടി, കവിളൊക്കെ ഒട്ടി, കണ്ണുകൾ കുഴിഞ്ഞ് 2 സൂക്ഷിച്ച കാലുകളുമായി തനിച്ച് കിടക്കുമ്പോൾ ഒരു ദൈവദാസൻ, അന്ന് അവർ മർത്തോമാ ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ദൈവദാസൻ ആ വഴിയിലൂടെ ആമൻ കടന്നുപോയി. നമുക്ക് തോന്നും യാദർച്ഛ്യ പോയാ, പക്ഷെ അല്ല, ദൈവം അയച്ചിട്ട് ഒരു ദൈവദാസൻ വഴിയിലൂടെ പോകുമ്പോൾ ആ ദൈവദാസൻ ആ ഭവനത്തിൽ കയറി. ആ ഭവനത്തിൽ കയറിയപ്പോൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഇട്ടിമൂപ്പൻ എന്ന് പറഞ്ഞൊരു ദൈവദാസന് ആ ഭവനത്തിൽ കയറുമ്പോൾ കണ്ട കാഴ്ച, ആ വയറൊക്കെ ഒട്ടി 2 സൂക്ഷിച്ച കാലുകളുമായി കിടക്കുന്ന ഈ മകനെ കണ്ടിട്ട് ആ ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കരം വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ആമേനെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ശിഷ്യന്മാരെ അയച്ചത് കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുത അഴിക്കാനാ. അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ അയച്ചെങ്കിൽ ഈ കെട്ടപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനെ കർത്താവ് അഴിക്കണമേ, ഈ കുഞ്ഞിനെ വിടുവിക്കണമേ, ഇവന്റെ കാലുകൾക്ക് ബലം കൊടുക്കണമേ. ആമേ, കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്ന് രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഏറ്റെടുക്കുന്നു? ആമേ, നമ്മുടെ നാവിൽ തന്ന അധികാരത്തോടെ പറ, ആമേ, ആന്തരിക സൗഖ്യം തരുന്നവൻ, അസ്ഥികൾക്ക് ബലം തരുന്നവൻ, അത്ഭുത സൗഖ്യം തരുന്നവൻ. എത്ര മെഡിക്കൽ സയൻസ് കൈവിട്ടാലോ, ഏതൊക്കെ ഡോക്ടർമാർ കൈവിട്ടാലോ, ഏതൊക്കെ രോഗങ്ങൾ എഴുതി തന്നാലോ, നീ വിശ്വസിക്കുന്നു എങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവാ, അത്ഭുതം ചെയ്യാൻ പോവാ. കർത്താവ് സൗഖ്യമാക്കുന്ന യഹോവയാ. അടയാളങ്ങളുടെ ആരംഭമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അടയാളങ്ങളുടെ അവസാനമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇന്നും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നു. ആമേൻ. അങ്ങനെ സ്തോത്രം. ആ ദൈവദാസൻ വന്നു പ്രാർത്ഥിച്ചു പോയി. അന്ന് വൈകിട്ട് അമ്മ വന്ന് കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ചലിക്കത്തില്ലെന്ന് എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുക, മെഡിക്കൽ റിപ്പോർട്ട്. ഇനി ചലിക്കത്തില്ല, കാലനങ്ങത്തില്ല, ആമേ, ഇനി നടക്കില്ലെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തെടുത്ത് അമ്മ നോക്കുമ്പോൾ ഈ കാലുകൾ ചലിക്കുന്ന കണ്ടു, ഈ കാലുകൾ അനങ്ങുന്ന കണ്ടു. അമ്മയ്ക്ക് തന്നെ ഭയങ്കര അത്ഭുതമായി. അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ അമ്മ ഈ കുഞ്ഞിനെ എടുത്ത് താഴേക്ക് കിടത്തുമ്പോൾ ആമേ കിടക്കുകയല്ല ചെയ്തത്, 2 കാലുകൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളുടെ മേൽ അതിൽ ഞരമ്പ് വന്നു, മാംസം വന്നു, തൊക്കുകൊണ്ട് പൊതിഞ്ഞ് സൈന്യമുള്ളതാക്കി, ബലമുള്ളതാക്കി മാറ്റിയതുപോലെ ദൈവ സാന്നിധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിന്റെ കരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക. അസ്ഥികളുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി ചില അത്ഭുത സൗഖ്യം തരുന്ന ദിവസമാ, ദൈവിക വിടുതൽ തരുന്ന ദിവസമാ. എത്ര പേർ ഏറ്റെടുക്കുന്നു? കർത്താവേ, ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്ന് എഴുന്നേറ്റു, അവിടെ വെച്ച് തീരുമാനമെടുത്തു, ഇനി കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാ. അന്നവർ ആ ദൈവദാസനെ അന്വേഷിച്ച് കടന്നു ചെന്നു. പിറ്റേ ഞായറാഴ്ച മുതൽ ആരാധനയ്ക്ക് അവിടെ പോയി തുടങ്ങി. എന്നാൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതാ, നടക്കുമ്പോൾ ചരിവാ. കണ്ടവർക്ക് ചിലരൊക്കെ കണ്ടു, കർത്താവ് സൗഖ്യമാക്കിയ പൂർണ്ണമായിട്ടല്ലേ സൗഖ്യമാക്കുന്നേ, പക്ഷെ എന്തുകൊണ്ട് ഈ ചരിവ് വന്നേ? അപ്പം എന്നോട് പറഞ്ഞു, ഇതെനിക്ക് കർത്താവ് തന്നൊരു അടയാളമാണ്, കർത്താവ് തന്ന
അടയാളവാ. സ്തോത്രം. ഇത്രേ ഈ ചരുവായിട്ട് തന്നെ എവിടെല്ലാം ഓടിയെന്നറിയാമോ? എത്ര കുന്നിൻ്റെ മണ്ടയ്ക്ക് കയറണോ, എവിടെല്ലാം ചാടിക്കയറണോ. ഇപ്പം ആൾ അല്പം ഒന്ന് ഒരു ക്ഷീണമുണ്ട്. പക്ഷേ ആമേൻ, ഞാൻ പറഞ്ഞു തൻ്റെ ദാസനോട്, ഞാനും റെഡിയാ. തൻ്റെ ദാസനോടൊപ്പം ഈ ഹൈ റേഞ്ചിൻ്റെ മണ്ണിൽ ചവിട്ടി കയറാ ഞാൻ റെഡിയാ. ആമേൻ. അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓടി ഒരുമിച്ച് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷം കഴിഞ്ഞ് ഈ മെയ് മാസമാകുമ്പോൾ 29 വർഷമാകുക. സ്തോത്രം. പെട്ടെന്ന് പോയി. 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു, 2 ആൺകുഞ്ഞുങ്ങളെ. ആമേൻ. കുഞ്ഞുങ്ങളൊക്കെ ഉദരത്തിൽ ജനിച്ച സമയമൊക്കെ ഇപ്പം നമുക്കൊക്കെ സമൃദ്ധിയാ. അന്ന് ഡോക്ടറെ കാണാൻ പോകത്തില്ല, അന്ന് കഴിക്കാനൊന്നുമില്ല. പച്ചവെള്ളമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചിട്ട് കുടിക്കും. കർത്താവേ, അമ്മ തന്നെയല്ല, എൻ്റെ കാതിൽ കേട്ട വെല്ലുവിളികളുണ്ട്, നിനക്ക് ഊനമുള്ള കുഞ്ഞിനെ തരുമെന്ന്. പക്ഷേ വെള്ളം പ്രാർത്ഥിച്ച്, പച്ചവെള്ളം കുടിച്ചിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ഈ കുഞ്ഞിന് ഒരു ഊനമില്ലാത്ത ബലമുള്ള ആരോഗ്യമുള്ള തലമുറയെ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്നു. ആമേ. ആരൊക്കെ ശാസിച്ചാലോ, ആരൊക്കെ കളിയാക്കിയാലോ, ആരൊക്കെ അപമാനിച്ചാലോ, ആരൊക്കെ പരിഹസിച്ചാലോ മാറിപ്പോകുന്നതല്ലോ കർത്താവ് തന്ന ദർശനം. സ്തോത്രം. എന്നെ ഓടിച്ചു പോകട്ടെ, സമയം പെട്ടെന്ന് പോയി. ഞങ്ങളിപ്പോൾ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കുന്നക്കര, കൊട്ടാരക്കര തന്നെ IPC ഉള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ സ്തോത്രം. ഇവിടെ വായിച്ചാൽ നമ്മൾ വാക്യത്തിലേക്ക് വരാം. അവൾ പറയുന്നുണ്ട്, യജമാനനെ, നീ എന്നെ ഇത്രയും സ്നേഹിപ്പാൻ എന്താ? അപ്പം ഞാൻ എപ്പോഴും പറയും, ഇവിടെ ഒന്നും വരാനൊരു യോഗ്യതയില്ല. തൻ്റെ ദാസനോടൊപ്പം പുറകിൽ ആമേൻ സഭയിലിരുന്ന് പ്രാർത്ഥിച്ചും ദൈവജനത്തിന് വേണ്ടി എഴുതി നിന്നും കരഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാ. പക്ഷെ ഇവിടെ വരാൻ ഒരു യോഗ്യതയില്ല. ഞാനും ചോദിച്ചു, യേശുപ്പ എന്നെ ഇത്രയും സ്നേഹിപ്പാൻ എന്താ? അപ്പൊ എന്താ ബോബസ് പറഞ്ഞേ? ഞാൻ ഇനി നിർത്തുവോ? പെട്ടെന്ന് നിർത്താം. എന്താ പറഞ്ഞേ? നീ ചെയ്തതും, ആർക്ക്? അമ്മായിമ്മയ്ക്ക് ചെയ്തതും, നീ വിടേണ്ടതിന്റെ പാരമ്പര്യം വിട്ടതും, നീ വരേണ്ടടുത്ത് വന്നതും എനിക്കറിയാം. നീ ചെയ്തത് കുടുംബത്തിന് വേണ്ടി, മരുമകൾക്ക് വേണ്ടി, അമ്മായിമ്മയ്ക്ക് വേണ്ടി, നാത്തുമാർക്ക് വേണ്ടി ചെയ്തത് അവർ ഒരു പക്ഷേ മറന്നുപോകും. പക്ഷെ കർത്താവ് മറക്കില്ല. നീ വിടേണ്ടതിന്റെ പാരമ്പര്യം വിട്ടത്. പിന്നെ അമ്മയും ദേശത്തെ വിട്ടിട്ടല്ലേ കർത്താവിന് വേണ്ടി ഇറങ്ങി വിട്ടത്. മുമ്പേ അറിയാത്തവരുടെ ഇടയിലേക്ക് നീ വന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്നു നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം, പ്രതിഫലം എന്നല്ല പറഞ്ഞേക്കുന്നേ, പൂർണ്ണ പ്രതിഫലം തരും. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാഗമാണ് ഇതൊക്കെ. 3-ാം അധ്യായമൊക്കെ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളാണ്. എന്നാൽ ഇതിനകത്ത് ഒരു ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. 15-ാം വാക്യം, 15, 16 വാക്യങ്ങൾ നോക്കിക്കേ. അവൾ എഴുന്നേറ്റപ്പോൾ, അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ, അവൾ എവിടുന്ന എഴുന്നേറ്റേ? അവൾ വീണത് ആരുടെ മുമ്പിലാ? യജമാനൻ്റെ മുമ്പിൽ. ബോബസിൻ്റെ കാൽക്കലല്ലേ വീണത്? ആ വീട് കിടന്നിട്ട് അവൾ എഴുന്നേറ്റു. എത്ര പേര് വീഴാൻ തയ്യാറാ? അപ്പൻ്റെ കാൽക്കൽ വീഴ എത്ര പേർ തയ്യാറാ? വീണിട്ട് നീ എഴുന്നേറ്റാൽ, അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോ ബോബസ് ബാല്യക്കാരോട് പറയാ, ആമേൻ, അവൾ ഈ കച്ചകളുടെ ഇടയിലൂടെ നടക്കട്ടെ. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? അവൾക്കായിട്ട് വലിച്ചിട്ടേക്കണം. അവൾ ആ കറ്റകളുടെ ഇടയിലൂടെ നടക്കട്ടെ, ശകാരിക്കരുത്, അവൾക്കായിട്ട് വലിച്ചിട്ടേക്കണം. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അനാഥർക്കും വിധവമാർക്കും പരദേശികൾക്കും വേണ്ടി വയലിൻ്റെ ചുറ്റും നെൽക്കതിരിട്ടിരിക്കുക. എല്ലാവരും കൊയ്തു പോയി കഴിഞ്ഞ് അവിടെ കിടക്കുന്ന കാലാ പറക്ക. പക്ഷേ ഇവളോട് മാത്രം ഒരു പ്രത്യേക സ്നേഹമാ, ഇവളോട് മാത്രം ഒരു പ്രത്യേക കരുണയാ, ഇവളോടൊരു ദയയാ. എന്താണെന്നറിയാവോ? അവൾ ഇതിനിടയിൽ കൂടെ നടക്കട്ടെ, അവൾക്കായിട്ട് വലിച്ചിട്ടേക്കണം. ഇന്ന് ചിലർക്ക് വേണ്ടി ചില നന്മ വലിച്ചിടും. വിശ്വസിക്കുന്നോ? കെട്ടി വെച്ചിരിക്കുന്ന നന്മ കത്ത് നിനക്ക് വേണ്ടി വലിച്ചിടാൻ പോവാ. ചില കെട്ടി വെച്ചത് നിനക്ക് വേണ്ടി വലിച്ചിട്ട് തരാൻ പോവാ. ആമേ പറ. ആരോടുമില്ലാത്തൊരു സ്നേഹമാ എന്നോട്, ആരോടുമില്ലാത്തൊരു കരുണയാ എന്നോട്. ആമേ നമുക്ക് വേണ്ടി എന്റെ കർത്താവ് വലിച്ചിട്ട് തരും. സ്തോത്രം. 3-ാം അധ്യായം തൊടുന്നില്ല, 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നേ?
നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീ റാഹേലിനെ പോലെയും ലേയെ പോലെയുമല്ലോ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. സ്തോത്രം. ഇവൾ കാൽക്കലിരുന്ന് കരഞ്ഞു മേടിച്ച് പുതപ്പൊക്കെ ധരിച്ച് 3-ാം അധ്യായത്തിൽ, പുതപ്പൊക്കെ ധരിച്ച് ശക്തി പ്രാപിച്ച് 4-ാം അധ്യായത്തിൽ ഇവളെ ബോബസ് വീണ്ടെടുക്കുക. വീണ്ടെടുപ്പുകാരൻ, 1-ാമത്തെ വീണ്ടെടുപ്പുകാരൻ പോയപ്പോൾ അവളെ വീണ്ടെടുത്തില്ല. അത് ന്യായപ്രമാണമാണ്. എന്നാൽ 2-ാമത്തെ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ നല്ല കർത്താവായ ബോബസ്. ആമേൻ. ലോകം ചോദിക്കും, എടാ ബോബസേ, നീ എന്തിനാ ഈ ജാതീയ പെണ്ണിനെ വീണ്ടെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ബോബസ് പറയും, ഞാൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ എന്നെ കൈക്കൊണ്ടില്ല. ജാതികളിലേക്ക് വന്ന് അവസാനത്തുള്ളി രക്തം വരെയും വീണ്ടെടുത്ത കർത്താവ്. ആമേൻ. ഇപ്പോൾ ഇവിടെ വായിക്കുന്നു, അവൾ ആരാ? റാഹേലിനെ ആരാ? അവളുടെ അടുക്ക വരാൻ യോഗ്യതയുണ്ടോ രൂത്തിന്? ഉണ്ടോ? ഇല്ല. പക്ഷെ അവളുടെ തീരുമാനമല്ലേ അവിടെ വരെ കൊണ്ടുവന്നേ. അവർ ഇസ്രായേൽ ഗ്രഹം പണിതു, പക്ഷേ അതുപോലെ അവരുടെ കൂട്ടത്തിൽ ആരുമായി? രൂത്തുമായി. അവളുടെ തീരുമാനമാണ് ഇസ്രായേൽ ഗ്രഹം പണിയുന്നവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ പറ, ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് കർത്താവേ എന്നെ ഈ പദവിയിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ട്? ഞാൻ പ്രവർത്തിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ തീരുമാനമെടുത്തിറങ്ങിയത് കൊണ്ട്. കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. കടം പറഞ്ഞതിൻ്റെ വീട്ടിൽ. ഞാൻ ഇനി ഒറ്റ വചനവും കൂടെ വായിച്ചിരിക്കാൻ പോവാ. 15 മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അലക്സന്റിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായി വായിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. വയലിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കയറി വരികയാണ്. കയറി വരുമ്പോൾ അവർ നിർബന്ധിച്ച് ഈ ക്രൂശ് ചുമപ്പിച്ചതാ. ഈ ക്രൂശ് ചുമക്കുമ്പോൾ സ്തോത്രം, ശീമോൻ അറിയില്ല എൻ്റെ സ്ഥിതി മാറിയെന്ന്. അറിയാമോ? അറിയില്ല. എൻ്റെ ചിന്തയിൽ ഞാൻ പറയട്ടെ, അതെൻ്റെ ചിന്തയില. ഈ വഴിയരികിൽ നിന്ന സ്ത്രീകളെ നോക്കി യേശു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ഒരു പക്ഷേ അവരോടൊക്കെ സംസാരിച്ചു പോകുമ്പോഴും ശീമോൻ്റെ ഹൃദയത്തിലൊരു വേദന കാണും. എന്നോടൊന്നും പറയുന്നില്ല എന്നൊരു വേദന കാണും, അല്ലേ? പക്ഷെ യേശു പറയും, ശീമോനെ, ഞാൻ നിനക്ക് വേണ്ടി ചിലത് കടം പറഞ്ഞിരിക്കുക. നിനക്ക് വേണ്ടി ഞാൻ കടം പറഞ്ഞിരിക്കുക. ആമേൻ. സ്തോത്രം. നീ വയലിൽ പണിയെടുത്തതുപോലെ നിന്റെ തലമുറ ഈ വയലിലല്ല പണിയാൻ പോകുന്നത്. നീ ക്രൂശ് എടുത്ത നിമിത്തം നിന്റെ തലമുറകൾ പ്രസിദ്ധരാകും. ഒരു മകൻ കർത്താവിൽ പ്രസിദ്ധനായി, മറ്റവൻ പട്ടണത്തിൽ പ്രസിദ്ധനായി. അങ്ങനെയെങ്കിൽ ശക്തമായി വിളിച്ചു പറ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ചിലത് കർത്താവ് കടം പറഞ്ഞിട്ടിരിക്കുന്നതിന്റെ മറുപടി ഇന്ന് പകൽ വിശ്വാസത്തോടെ ശക്തമായി പറ, എന്നെ കൊണ്ട് കഴിയാതെ പോയത് എന്റെ തലമുറയിലൂടെ. സ്തോത്രം. അവിടെ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം തോന്നുന്നു. സ്തോത്രം. അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. കണ്ടോ? പൗലോസ് പറയുക, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. ആമേ. രൂഫോസിൻ്റെ അമ്മ ആർക്കും അമ്മയാ? പൗലോസിനും അമ്മയാ. ആമേ. സ്ത്രീ സഭാ മണ്ഡലത്തിൽ ഉയർത്തപ്പെട്ട ശീമോന്റെ ഭാര്യ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവദാസന്മാരെ സൽക്കരിച്ചതോ, ദൈവജനത്തെ കരുതിയതോ, ആമേ, അഭിഷക്തന്മാരെ കരുതിയതോ, ഒരുപക്ഷെ ആരൊക്കെ മറന്നുപോയാലോ മറന്നു പോകാതെ കടം പറഞ്ഞിട്ടിരിക്കുന്നതിന്റെ മറുപടിയുടെ സമയമായെന്ന് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ആമേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തില്. കർത്താവേ, കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല,
കടമായിട്ടത്രേ. ചിലത് കർത്താവ് കടം പറഞ്ഞിരിക്കുക. ആ കടം പറഞ്ഞതിന്റെ മറുപടി ഇന്ന് പകൽ വെളിപ്പെടുക. ശക്തമായി കരങ്ങളെ അടിച്ചുകൊണ്ട്, അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട്, ശക്തമായി ഒരു മനപ്പെട്ട് അന്യഭാഷ പ്രാപിച്ചവർ ആ അന്യഭാഷ ശക്തിയോട് ആരാധിക്കട്ടെ. ഈ കൺവെൻഷൻ, ഈ ജനറൽ കൺവെൻഷനകത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഒരു ഉണർവിന്റെ ആരംഭമായി എഴുന്നേൽക്കട്ടെ. ഈ പട്ടണത്തിന്റെ ഉണർവ് സഹോദരിമാരിലൂടെ വെളിപ്പെടുവോ.